കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിരുന്നു രേണു സുധി. ആ രേണു സുധി ഇപ്പോൾ ബിഗ് ബോസ് 7-ലെ മത്സരാർത്ഥിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബിൾ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്കും എത്തിച്ചത്. ഹൗസിന് മുൻപ്, അതായത് ഈ ബിഗ് ബോസ് 7 സീസണിൽ കയറുന്നതിന് മുൻപ് രേണുവിന് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് ഈ ഒരു ഹൗസിന് ശേഷം ഈ ഒരു നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായതിനു ശേഷം രേണുവിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വെറുത്തവർ പോലും രേണുവിന് വോട്ട് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഷോ തുടങ്ങി 3 ആഴ്ച പിന്നിട്ടിട്ടും നല്ലൊരു ഗെയിമറായിട്ട് ഉയരാൻ രേണു ശ്രമിക്കുന്നില്ല എന്നതും ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ തന്നെ ഈ രേണുവിനെതിരെ ഗുരുതര ആരോപണമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ഹനാന്. എയർടെൽ ഐഡിയ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്ത സമയം മുതൽ തന്നെ രേണുവും ഹനാനും പരിചയക്കാരും സുഹൃത്തുക്കളുമാണ്. പിന്നീട് അവര് തെറ്റിപ്പിരിഞ്ഞു എന്നുള്ള വാർത്ത തന്നെയാണ്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 5-ലെ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു ഈ ഒരു ഹനാൻ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ആ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയൊന്നും അധിക ദിവസമൊന്നും ഹൗസിൽ തുടരാൻ ഹനാന് കഴിഞ്ഞിരുന്നില്ല. കാരണം അതിന് മുൻപ് തന്നെ ഹനാൻ പുറത്താവുകയായിരുന്നു. സുധിയുടെ മരണശേഷം രേണുവിനും ചില പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹനാൻ ഒരു യൂട്യൂബറോട് വെളിപ്പെടുത്തുന്ന ഒരു ഫോൺ കോൾ ഓടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഫോൺ കോളിൽ ഹനാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പലരും ഇതേക്കുറിച്ചും ഹനാനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് സുധി ജീവിച്ചിരിക്കുന്ന സമയത്ത് വേറെ 1-2 റിലേഷനുകൾ രേണുവിന് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ. അതായത് ഒരിക്കൽ സംസാരിച്ചപ്പോൾ രേണുവിന്റെ വായിൽ നിന്ന് വന്നതാണെന്നും എന്താണ് റിയൽ ക്യാരക്ടർ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടിയാണ് എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഹനാൻ പറയുന്നത്. അതായത് എനിക്ക് സുധിച്ചേട്ടനുള്ള കാലത്തും ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അത് സുധിച്ചേട്ടൻ അറിയാൻ ഒന്നും പോകുന്നില്ലല്ലോ എന്ന തരത്തിൽ ഒരു ടോക്ക് വന്നു. അത് പറഞ്ഞുടൻ രേണു വിഴുങ്ങുകയും ചെയ്തു. അബദ്ധത്തിൽ ചാടി വന്നതാണ്. രേണുവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പയ്യന് 25 വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് കൂട്ടുകാരി വഴി അറിഞ്ഞത്. ഫിസിക്കൽ റിലേഷനും രേണുവിന് ആ പയ്യനുമായി ഉണ്ടായിരുന്നു എന്നും ഗർഭിണിയായി എന്നൊക്കെയാണ് പറയുന്നത്. ഇക്കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും രേണുവിനൊപ്പം ആശുപത്രിയിൽ പോയ ചേച്ചിക്ക് മാത്രമേ ആദ്യം അറിവുണ്ടായിരുന്നുള്ളൂ. സുധി മരിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. രേഷ്മ തങ്കച്ചൻ എന്ന പേരിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് ഹനാൻ പറഞ്ഞത്. പലരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നും അല്ലാതെ തെളിവുകളൊന്നും ഹനാൻ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഹനാന്റെ ഓഡിയോ വൈറലായതോടുകൂടി തന്നെ രേണുവിന്റെ സുഹൃത്തായിട്ടുള്ള നിമിഷ വിജയ് പ്രതികരിച്ചു. അതായത് രേണു അബോർഷനിലൂടെ കൊച്ചിനെ കളഞ്ഞു എന്ന് അവരുമായിട്ട് അയൽവാസി പറഞ്ഞപ്പോഴാണ് താൻ ആദ്യം അറിഞ്ഞതെന്ന് നിമിഷ പറയുന്നുണ്ട്. റീച്ചിന് വേണ്ടി രേണുവിനെ പിടിച്ചിടേണ്ട ആവശ്യം എനിക്കില്ല. അവളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. വീടിന്റെ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോൾ രേണു ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനുമെതിരെ ഞാൻ സംസാരിച്ചത്. അവളെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. രേണുവിനൊപ്പം ഒരു വീൽ പോലും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അവളെ വിറ്റ് തിന്നുന്ന പലരുമുണ്ട്. സുധിച്ചേട്ടന്റെ ചരമ വാർഷികത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അയൽക്കാരിയായ ഒരു ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു രേണു അബോർഷൻ ചെയ്ത ഒരു കൊച്ചിനെ കളഞ്ഞു എന്നും. അന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും ഞാൻ അത്ര മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നീടാണ് ഹനാന്റെ ഓഡിയോ കേട്ടതും. ഹനാൻ പറഞ്ഞത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വേറൊരാളുമായി ബന്ധമുണ്ടാകുന്നത് ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ്. ബന്ധം വേണോ വേണ്ടയോ എന്നത് ഓരോ ആളുകളുടെ താല്പര്യമാണ്. രേണുവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നതും ഞാൻ അറിഞ്ഞിരുന്നു. രേണുവിനെ തേജോവധം ചെയ്യണമെന്നോ അവളെ വെച്ച് റീച്ച് ഉണ്ടാക്കണമെന്നൊന്നും എനിക്കില്ല. ഞാനും രേണുവും തമ്മിൽ പ്രശ്നമില്ല. പക്ഷെ പറയേണ്ട കാര്യം പറയണമല്ലോ. രേണുവിന് പിയാനെ കൊണ്ട് ശല്യമാണ്. അന്ന് സുധിച്ചേട്ടന്റെ ചരമ വാർഷികത്തിന് രേണു എന്നെ ക്ഷണിച്ചത് കൊണ്ടാണ് പോയത്. അയൽപ്പക്കക്കാര് പോലും ആ ചടങ്ങിനുണ്ടായിരുന്നില്ല. അവൾക്കൊപ്പം പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുധിച്ചേട്ടന്റെ വീട്ടിൽ നിന്ന് പോലും ആരും ഉണ്ടായിരുന്നില്ല. രേണു അബോർഷൻ ചെയ്തതിന് എന്റെ കയ്യിൽ തെളിവില്ല. അവൾ ഗർഭം ധരിച്ചാലും കളഞ്ഞാലും എനിക്ക് ഒരു വിഷയമില്ല. രേണുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുമെന്നാണ് നിമിഷ പറഞ്ഞത്.